ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായത്രീസ് വണ്ടർല ട്രാവൽ വ്ളോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ടോപ്പ് 5 മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസിനെ കുറിച്ചാണ്. തിരുവനന്തപുരത്തു നിന്ന് 51 കിലോമീറ്റർ വടക്കും കൊല്ലത്ത് നിന്ന് 37 കിലോമീറ്റർ തെക്കുമാണ് വർക്കല. ഒട്ടേറെ ആയുർവേദ ഒഴിച്ചിൽ കേന്ദ്രങ്ങളും വർക്കലയിലുണ്ട്. ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രവും ഒരു ആയുർവേദ റിസോർട്ടായും വർക്കല പ്രാധാന്യം നേടി വരുന്നു. ശാന്തവും സുന്ദരവുമാണ് വർക്കല. പാപനാശം എന്നറിയപ്പെടുന്ന വർക്കല കടൽ തീരം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. കടലോരത്തുള്ള ഒരു സ്വാഭാവിക ഉറവയാണ് ഈ കടലിന് പാപനാശം കടൽ എന്ന പേര് നേടിക്കൊടുത്തത്. ഈ ഉറവയിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നും കരുതുന്നു. ഈ ഉറവയിൽ കുളിക്കുന്നത് വർക്കലയിൽ പ്രശസ്തമാണ്. തിരുവനന്തപുരം നഗരത്തിന് 14 കിലോമീറ്റർ അകലെയായി അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ പട്ടണമാണ് കോവളം. കോവളത്തിലും ചുറ്റുമായി ധാരാളം കടൽപ്പുറങ്ങളും വിശ്രമ സങ്കേതങ്ങളും ഉണ്ട്. കോവൽക്കുളം എന്നായിരുന്നു കോവളത്തിൻ്റെ ആദ്യകാലത്തെ പേര്. അത് ലോപിച്ച് കോവക്കുളമായും കോവളവുമായി മാറിയതാവാം എന്ന് VVK വാലത്ത് കരുതുന്നു. വെള്ളായണി ശുദ്ധജല തടാകവും വെള്ളായണിയിലെ കാർഷിക കലാലയവും കോവളത്തിന് വളരെ അടുത്താണ്. കോവളം കടൽപ്പുറത്തെ മണൽ തരികൾക്ക് ഭാഗികമായി കറുത്ത നിറമാണ്. കോവളം സന്ദർശിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ്. ഇന്ത്യയിലെ തീരദേശ കേരള സംസ്ഥാനത്തിലെ ഒരു വലിയ നഗരമാണ് കൊച്ചി. കൊച്ചി ഇന്ന് കേരളത്തിലെ വ്യാവസായിക സാമ്പത്തിക തലസ്ഥാനമാണ്. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് 1859 ക്യാപ്റ്റൻ കാസ്റ്റർ ആണ് കൊച്ചിയിലെ ആദ്യ പോർട്ട് ഓഫീസർ. ആധുനിക തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം 1936 മെയ് 26 നടന്നു. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ സമൃദ്ധമായ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് ഉരുണ്ടുകൂടിയ കുന്നുകൾ, ഇടതൂർന്ന വനങ്ങൾ, വളഞ്ഞുപുളഞ്ഞ നദികൾ എന്നിവയുടെ ഒരു പ്രദേശമാണ്. പ്രകൃതി സൗന്ദര്യത്തിനും പുരാതന ഗുഹകൾക്കും പേരുകേട്ട ഈ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചില തേയിലത്തോട്ടങ്ങളുടെയും കേന്ദ്രമാണ്. വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ തേയിലത്തോട്ടങ്ങളിലൊന്നാണ് കൊളുക്കുമല ടീ എസ്റ്റേറ്റ്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ എസ്റ്റേറ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടങ്ങളിൽ ഒന്നാണ്. വയനാട് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. മൂന്നാറുകളായ മുതിരപ്പുഴ, നല്ലതണ്ണി, കണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ. തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. പുൽമേടുകളും ശോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ഒരുക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ശോലക്കാടുകളിലും പുൽമേടുകളിലും നീല നിറം പകരും. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി 2695 മീറ്റർ മൂന്നാറിനടുത്താണ്.
മൂന്നാർ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.